ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരോടും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ശരീരവും മനസ്സും എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ പലർക്കും ഒരു ഡൗട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചു, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലോ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ആൾക്കാര് നെഗറ്റീവ് കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പറയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നോ അകലം പാലിക്കാൻ. വീട്ടുകാരിൽ നിന്നോ, നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൽ നിന്നോ നമുക്ക് അങ്ങനെ അകലം പാലിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, ഇവരാരെങ്കിലും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ്, ഫസ്റ്റ് തിങ് നമ്മൾ അവരോട് പറയുക. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നും അതിൽ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റീവായിട്ട് നിൽക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പരിധിവരെ ഇത് വർക്കാവും, പക്ഷെ ചില കേസുകളിൽ വർക്കാവില്ല. ബിക്കോസ് അവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ മാനിഫെസ്റ്റേഷനെ കുറിച്ചോ ഒന്നാമതെ അറിയുകയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് അവരെ ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ അവര് പറയുന്ന കാര്യങ്ങൾ പതിയെ പതിയെ അങ്ങനെയുള്ള മാറ്റേഴ്സ് വരുമ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ നമ്മൾ സബ്ജക്ട് ഡൈവേർട്ട് ചെയ്ത് വേറെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ സ്കിപ്പ് ആവുക. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കും, ഓക്കെ, അവൻ അതൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പതിയെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് കം ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രോസസ്സ്. ഒന്ന്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അല്ലാത്ത ആൾക്കാരിൽ നിന്നും, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് പതിയെ ഒരു ക്ലൂ കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനോട് താല്പര്യമില്ല. പതിയെ പതിയെ അവർ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരം നമ്മളോട് സംസാരിക്കുന്നത് നിർത്തും. ഇങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവന്റെ പോസിറ്റിവിറ്റിയും അവന്റെ ഒരു ഡേയും ഒക്കെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മൈൻഡും ബോഡിയും ഫുൾ ടൈം 24 hours പോസിറ്റീവായിട്ട് നിലനിർത്തി ലോ ഓഫ് അട്രാക്ഷൻ ത്രൂ മാനിഫെസ്റ്റേഷൻ വളരെ ശക്തമായി ചെയ്യുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.